അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് കൊഞ്ച് കൊണ്ടൊരു സ്നാക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഓരോന്ന് ചേർക്കുമ്പോൾ പറഞ്ഞു തരാം. വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് കൊഞ്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/4 കിലോ കൊഞ്ചനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. പെരുംജീരകം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണ്ട, അതിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പോൾ വേണ്ടതാണ്. ഉപ്പ് ആവശ്യത്തിന്. കൊഞ്ച് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. അത് ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ, ഷാലോ ഫ്രൈയേ വേണ്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. അതിലേക്ക് ഇട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ കൊഞ്ചിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ആദ്യം നമ്മൾ 1 കപ്പ് മൈദയാണ് വേണ്ടത്. അത് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട, അതും പൊട്ടിച്ചൊഴിക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച 1 സ്പൂൺ പെരുംജീരകവും കൂടിയും അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കൊഞ്ചിലും ഉണ്ടാവുമല്ലോ, അപ്പം അതിനനുസരിച്ച്. കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് മസാലയും കൂടി അതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനൊരു ബാറ്റർ ആക്കി എടുക്കാം. നന്നായി കുഴക്കുക. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കൊഞ്ചുവടയുടെ. അപ്പോൾ നമുക്കത് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു പാൻ വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് ക്രംസ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനൊരു 4-5 സ്ലൈസ് ബ്രെഡിൻ്റെ ക്രംസാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഓരോ കൊഞ്ച് കൂട്ടെടുത്ത് അതിലേക്ക് കോട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ എടുത്തിട്ടും നമുക്ക് ഈ വട പൊരിച്ചെടുക്കാം. ഇനി നമുക്കത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതാവും നല്ലത്. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ചുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മുടെ കൊഞ്ചുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്